ഹായ് ഹലോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കൊച്ചു മിടുക്കന് ബർത്ത്ഡേ വിഷസ് അറിയിക്കാനുള്ള വീഡിയോ ആണേ. ഈ മിടുക്കൻ്റെ പേരാണ് ജോഷ്വ. ജോഷ്വയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. കഴിയുന്നത് എല്ലാവരും മോനൊന്ന് വിഷ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ഒരു കഥയുണ്ട് കേട്ടോ. അതായത് ഈ ജോഷ്വയെ ഞാൻ കുഞ്ഞിലെ ആദ്യമേ പറയാം, എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ്. ഞാൻ കുഞ്ഞിലെ ഇവരെ കണ്ടുണ്ട്. വലിയ പരിചയമൊന്നുമില്ല, പോകും ഒന്ന് കവളിലൊക്കെ നുള്ളും, അത്രയുള്ള പരിചയമുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ മെനഞ്ഞാന്ന് 2 ദിവസത്തിന് മുന്നേ അവൻ്റെ വീട്ടിൽ പോയത്. വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവർ എല്ലാവരും എന്തുണ്ട് സുഖമാണോ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവൻ്റെ അമ്മ കട്ടൻ ചായ കൊണ്ടുവന്നു കേട്ടോ. കട്ടൻ ചായ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചുമ്മാ തമാശയ്ക്ക് ഞാൻ ചോദിച്ചു, കഴിക്കാനൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചു. കട്ടൻ മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നും ഇല്ല ഞാൻ ചോദിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചെന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിലും അവർക്ക് മനസ്സിലായി തമാശയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മൾ മറ്റു കാര്യങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ കിച്ചണിൽ എന്തൊക്കെയോ അനക്കം കേൾക്കുന്നുണ്ട്. ഈ ജോഷ്വ എന്ന പയ്യനെയും കാണാനില്ല. പിന്നെ ഞാൻ കണ്ടത് വീഡിയോ ഒന്ന് കണ്ടു. എന്തൊക്കെയാണ് വെണ്ടയ്ക്ക, പിന്നെ എന്തോന്നു വെണ്ടയ്ക്ക ബജിക്ക് എന്തൊക്കെ ചേർക്കും? ചേർത്ത് കുഴക്കണം അല്ലേ? വറുക്കും. മാവൊന്നും വേണ്ടേ? മുട്ട കോഴി ഇടണം. കോഴി ഇട്ടാലേ മുട്ട ഇടണോ? ഉപ്പ് ലേശോ? അതിപ്പോ പോയാലോ? മുട്ട കഴിച്ചായിരുന്നോ? എത്ര സമയം എടുത്തു ഇത്? 11:30. മോങ്കുട്ടൻ വെണ്ടയ്ക്ക ബജിയാണ് ഉദ്ദേശിച്ചത്. മുട്ടയില്ലായിരുന്നു. അപ്പോൾ അത് കാരണം അവന് വെണ്ടയ്ക്ക ബജി ഉണ്ടാക്കാൻ പറ്റിയില്ല. അവസാനം ഉണ്ടാക്കിയ വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു വിഭവം എൻ്റെ ഹസ്ബൻഡ് കഴിക്കുകയും ചെയ്തു കേട്ടോ. പാകത്തിന് ഉപ്പും മുളകും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അവൻ പറയുന്നുണ്ട്, ചിക്കൻ ഉണ്ടായിരുന്നെങ്കിൽ ബട്ടർ ചിക്കനൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്ക് അതിൽ രസം എന്ന് പറഞ്ഞാൽ, ഈ പ്രായത്തിൽ UKG പഠിക്കുന്ന കുട്ടിയാണ്. UKG പഠിക്കുന്ന കുട്ടി ഒരു വീട്ടിൽ പൊക്കഴിഞ്ഞാൽ ഒന്നുകിൽ അമ്മയുടെ സാരിത്തുമ്പിലോ അല്ലെങ്കിൽ റൂമിനകത്ത് പോയ കുറേ കളിപ്പാട്ടങ്ങൾ കൊണ്ട് നമ്മൾ പ്രദർശിപ്പിക്കുകയൊക്കെയാണ് ചെയ്യാറ് അല്ലേ. ആ സമയത്ത് അവൻ വന്നിരുന്നവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. എന്തായാലും എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു ജോഷ്വയുടെ ഈ പ്രകടനവും ഈ ഒരു പരിചരണവും. നമുക്കുള്ള ഒരു അതിഥി ദേവോഭവ എന്ന് പറയുന്നത് പോലെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നേ. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതിൽ കൂടെ മോന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മോനൊരു ജന്മദിനാശംസകൾ നേരുന്നു കേട്ടോ. പുതിയൊരു വീഡിയോയുമായി ബൈ.